ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ എന്നാണ് പറയുന്നത്. വികസനത്തിന് അവികലമായ വികസനം അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീരശോഷണവും നഷ്ടവും ഗതികെട്ട അവസ്ഥയുമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഈ വികസനം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളൊരു അടിസ്ഥാന ചോദ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇനിയും ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളതിന് നിന്ന് തരില്ല. നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം കാണുന്നു, 1-2 ഇടവകയിലെ മത്സ്യഗ്രാമങ്ങളിലെ മക്കളാണ് ഇവിടെ വരുന്നത്. അവർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കാമല്ലോ, കൃത്യമായിട്ട് ആലോചിക്കാം. അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ സഹായത്തിന് ഞങ്ങളെന്നും നന്ദിയുള്ളവരാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ 10-ാം തീയതി മുതലുള്ള സമരത്തിന് ശേഷം അതും സർക്കാർ ഇങ്ങനെ യാചിച്ചു വാങ്ങിച്ചതാണ്. ഞങ്ങൾക്ക് ഇത്രയും ഒരു കവറേജ് ഒന്നും കിട്ടില്ലായിരുന്നു. ഞങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഞങ്ങൾ വളരെ മര്യാദയ്ക്ക് സമാധാനപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വള്ളം നിറയ്ക്കൽ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഓരോരോ സ്ഥലങ്ങളിൽ അവർ പോലീസിനെ കൊണ്ടും RTO കൊണ്ടും ഉത്തരവ് ഭയപ്പെടുത്തിയാണ്. ഈ ലോറി ഡ്രൈവർമാർക്ക് രാവിലെ 9-ാം തീയതി രാത്രി മെസ്സേജ് അയക്കുന്നു. രാവിലെ നോക്കുമ്പോൾ ഈ വള്ളങ്ങൾ കയറ്റിപ്പോകുന്ന ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും, 20,000 രൂപ പിഴ അടയ്ക്കണം, നിയമ നടപടി എടുക്കും. വെള്ളരിക്കപ്പെടണോ? ഞങ്ങൾ ഇതിനു മുമ്പ് യാതൊരു സമരമൊന്നും കണ്ടിട്ടില്ലേ? ആരെല്ലാം എന്തെല്ലാം സമരം? ഞങ്ങളുടെ കുലത്തൊഴിലുമായിട്ടുള്ള യാനങ്ങൾ വെച്ച് സമരം ചെയ്യുന്നതിന് അവിടെ RTOയ്ക്ക് എന്താ റോളുള്ളത്? കളക്ടറിന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് അവസാനം എന്ത് സംഭവിച്ചു? പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് പോലീസും ഈ പറയുന്ന അധികാരികളും മുട്ടുമടക്കേണ്ടി വന്നു. ആദ്യത്തെ വള്ളം എത്തിയെങ്ങനെയാണെന്ന് പോലീസിൻ്റെ എസ്കോർട്ടോടു കൂടിയാണ് മ്യൂസിയം ജംഗ്ഷനിൽ വള്ളം എത്തിയത്. ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? അപ്പോൾ അതോടുകൂടി അവർക്ക് മനസ്സിലായി കളിക്കുന്ന ആൾക്കാർ മാറിപ്പോയെന്ന്. ഈ കടലിനൊക്കെ ചീറിപ്പാഞ്ഞു വരുന്ന കടലിനെ നെഞ്ചു പിടിച്ചത് നേരുന്നിടത്ത് ഒരു ലോറിയിൽ ജലപീരങ്കി. ഇത് ആരോടെ ആയി കളി? ഞങ്ങൾക്ക് മുറുക്കി തുപ്പിക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഞങ്ങൾ ഈ വെള്ളത്തെ കാണുന്നത്. കാരണം അതിനേക്കാളും ശക്തമായി അടിക്കുന്ന അറബിക്കടലിൻ്റെ ഈ തീരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിരയെ ഭേദിച്ചു പോകാൻ കെൽപ്പുള്ള മക്കൾക്ക് ഈ പറയുന്ന ജലപീരങ്കി ഒന്നും അല്ല. അപ്പം അതുകൊണ്ട് പ്രകൃതിയോട് എന്നും അനുരൂപപ്പെട്ട് കഴിയുന്നവരാണ്, കഠിനമായി അധ്വാനിച്ച് കഴിയുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്കെതിരെ ദയവ് ചെയ്ത് ഈ ഓലപ്പാമ്പ് കാട്ടി ഒന്നും ഞങ്ങളെ ഭയപ്പെടുത്തരുത്. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടു, പോലീസിന് കാര്യം മനസ്സിലായി. അവർ സമാധാനപൂർവ്വം ഞങ്ങൾക്ക് മാറിത്തരുന്നു. ഞങ്ങളിതാ വന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും ദിവസം, ഇന്നിപ്പോൾ 8-ാം ദിവസമാണ്, 8 ദിവസവും ഞങ്ങളിതാണ്. ഇനി തിരിച്ച് ചുമ്മാ ഇരിക്കുന്നവരെ ചൊറിയാൻ വരികയാണെങ്കിൽ ഞങ്ങൾ തോണ്ടാൻ പോകും, അതിനകത്ത് സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സമരം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഞങ്ങളിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കണ്ടറിയും അടുത്ത സമരത്തിൻ്റെ രൂപവും ഭാവവും എന്താണെന്ന്. കാരണം ഈ സെക്രട്ടേറിയറ്റിന് അവിടെ ഇരുന്നപ്പോൾ ഒരു മുദ്രാവാക്യം ആവർത്തിച്ച് പറഞ്ഞു, സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ രൂപം മാറും, ഭാവം മാറും, സമരത്തിൻ്റെ ഗതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിവെച്ചത് വേറെ ആരുമല്ല, സർക്കാരാണ്. ഇനിയും വഴി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പല പേരും പറഞ്ഞ് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുന്നില്ല എങ്കിൽ ഉറപ്പിച്ച് പറയുകയാണ്, ഇന്നലെ കണ്ടതല്ല, ഇന്നലെ സമരത്തിൻ്റെ വേറെ രൂപം. ഇതുപോലെ പല രൂപത്തിലും ഭാവത്തിലും സമരം നടത്താൻ കെൽപ്പുള്ളവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾ തീരദേശവാസികൾ ഒറ്റക്കെട്ടാണ്. സാമുദായികത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് ഇതിനൊന്നും ഇത് വേണ്ട, ഒരു അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഇതിന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യമില്ല. തീരദേശവാസികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒപ്പം കരയിലുള്ള ഈ പറയുന്ന പാറയൊക്കെ പൊട്ടിക്കുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താ ഞങ്ങൾക്കറിയാം. കോറി മുതലാളിമാർക്ക് ഇതുപോലെ കോറി തീരെഴുതി കൊടുത്ത് ഇത്രയും മലകണക്കിന് കല്ലുകൊണ്ട് ഇവിടെ ഇടുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഞങ്ങൾക്കറിയാം. അവർക്കും വേണ്ടി കൂടെയുള്ള സമരമാണിത്. അപ്പോൾ കേരളത്തിന് മുഴുവനും വേണ്ടിയുള്ള സമരമാണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.